നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, നീ നിന്നെ കൊണ്ട് നിന്നെ ഉയർത്തിയാലും നീ നിന്നെ ക്ഷയിപ്പിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ബന്ധു നീ തന്നെയാണ്, നിന്റെ ശത്രുവും നീ തന്നെയാണ്. ഒരാൾ എൻ്റെ ബന്ധുവെന്നും ശത്രുവെന്നുമൊക്കെ നമ്മൾ വെറുതെ പറയുകയാണ്. മിക്കവാറും മറ്റുള്ളവരെ പറ്റി കുറ്റമേ നമ്മൾ പറയും. ജീവിതത്തിൽ വല്ലതും നേടിയിട്ടുണ്ടെങ്കിലോ അത് എൻ്റെ കഴിവുകൊണ്ടാണെന്ന് പറയും. എന്നാൽ ഭഗവാൻ പറയുന്നു, നിന്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് നിന്റെ തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ നിന്റെ തിരഞ്ഞെടുപ്പുകളാണ്. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ പഠിക്കണം. ജീവിതത്തിൽ നമുക്ക് മുന്നിൽ വരുന്ന സാധ്യതകളെ ശരിക്കും അപഗ്രഥിക്കാൻ പഠിക്കണം. ഗുണവും ദോഷവും വിചാരം ചെയ്യണം. എന്നിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. ഇതാണ് ജീവിത വിജയത്തിൻ്റെ അടിത്തറ. ഈ അറിവാണ് ധർമ്മശാസ്ത്രങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആചാര്യന്മാർ ഉപദേശിക്കുന്നതും ഈ അറിവാണ്. ധർമ്മത്തിനനുസൃതമായതാണ് കർമ്മം, ധർമ്മവിരുദ്ധമായത് വികർമ്മവും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വാണിയിടുകെന്നു നിയോഗിച്ചു മുക്താഫലമണി സ്വർണ്ണഭാരങ്ങളും ആവോളവും കൊടുത്താശു പോവാനയച്ചാവിർമുദ പുണർനീടിനാൻ പിന്നെയും ചിത്തേ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും ഗദ്ഗദവർണ്ണേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാനൊരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃജ്ജനത്തോടും ആതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ. രാമ 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 പാഹി മാം 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 രാമ രാമ പാഹി മാം രാമ രാമ പാഹി മാം രാമ രാമ പാഹി മാം. അടുത്തതായി രാമായണ ദർശനം. സീതാദേവിയെ വീണ്ടെടുക്കുന്നതിന് ശ്രീരാമനോടൊപ്പം നിന്ന് സഹായിച്ച ഓരോരുത്തരെയും സന്തോഷത്തോടെ മടക്കി അയച്ചു. അശ്വമേധയാഗം നടത്തിയും പ്രജാക്ഷേമ ഭരണം നടത്തിയും ശ്രീരാമൻ രാജ്യത്തെ സമ്പന്നമാക്കി. പ്രജകളും പ്രകൃതിയും സന്തുഷ്ടരായി. ശ്രീരാമൻ്റെ ഭരണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വർണ്ണിക്കുന്നത്. അഭിഷേകാനന്തരം ശ്രീരാമൻ പ്രിയപ്പെട്ടവരെയൊക്കെ യാത്രയയക്കുന്ന സന്ദർഭമാണ്.
വിഭീഷണനെ യാത്ര അയക്കുന്ന ഭാഗം കിളിപ്പാട്ടിൽ സവിശേഷമായി വരുന്നതാണ്. സദാ വിഷ്ണു പൂജാപരായണനായി കഴിയാൻ വിഭീഷണനോട് നിർദ്ദേശിക്കുകയാണ്. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വാണിയിടുകെന്നു നിയോഗിച്ചു മുക്താഫലമണി സ്വർണാഭാരങ്ങളും അവോളവും കൊടുത്താശു പോവാനയച്ചാവിർമുദ പുണർനീടിനാൻ പിന്നെയും. ഇവിടെ വിഷ്ണുപരായണനായി വസിക്കുക, വിഷ്ണു ലിംഗങ്ങളെ പൂജിച്ച്, ലിംഗശബ്ദത്തിന് ഇവിടെ വിഗ്രഹം എന്നർത്ഥമെടുക്കാം. ബാഹ്യലക്ഷണമാണല്ലോ ലിംഗം. ശാളഗ്രാമം തുടങ്ങിയവയാവാം, പ്രതിമകളാവാം. അങ്ങനെ ഉപാധികളിൽ വിഷ്ണുഭാവത്തെ കൽപ്പിച്ച് നിത്യവും പൂജാപരായണനായി കഴിയൂ എന്ന് അനുഗ്രഹിച്ച് നിർദ്ദേശിച്ച് പലവിധ ആഭരണങ്ങളെയും സ്വർണങ്ങളെയും മുത്തുകളെയുമെല്ലാം സമ്മാനമായി നൽകി വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്ത് യാത്രയാക്കി. ചിത്തേ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും ഗദ്ഗദവർണ്ണേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാനൊരു ജാതി വിഭീഷണൻ. ലങ്കയിൽ ചെന്നു സുഹൃജ്ജനത്തോടു മാതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ. ശ്രീരാമനെ പിരിയുന്നതിലുള്ള ദുഃഖത്താൽ കണ്ണുനീർ വാർത്ത് വീണ്ടും വീണ്ടും വീണ് നമസ്കരിച്ച് ഗദ്ഗദ കണ്ഠത്തോടുകൂടി യാത്ര പറഞ്ഞ് ഒരു പ്രകാരം വിഭീഷണൻ മടങ്ങിപ്പോയി. ലങ്കയിൽ ചെന്ന് സുഹൃജനങ്ങളോടുകൂടി എല്ലാ ദുഃഖങ്ങളെയും നീക്കി സന്തോഷമായി താമസിച്ചു. വാനരരെയും രാക്ഷസരെയും മറ്റ് പ്രിയരെയെല്ലാം യാത്രയാക്കിയ വിഷയം വർണ്ണിച്ചു. തുടർന്ന് ജാനകി ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. സീതയോടുകൂടി അത്യന്ത ആനന്ദപൂർവം സകല രാജഭോഗങ്ങളെയും അനുഭവിച്ചുകൊണ്ട് രാമൻ കഴിഞ്ഞു. ഈ ഭാഗത്ത് വാൽമീകീയ രാമായണത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട്. രാജാവായി രാമൻ അഭിഷേകം ചെയ്യപ്പെട്ടു. എല്ലാവരും ആദരിച്ച് സൽക്കരിച്ചു. എല്ലാവർക്കും യഥാവിധം ഉപചാരവും നൽകി രാമൻ. ആ സമയത്ത് യുവരാജാവായി വാഴാൻ രാമൻ ലക്ഷ്മണനോട് നിർദ്ദേശിക്കുന്നുണ്ട്. ലക്ഷ്മണനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ രാമൻ തീരുമാനിച്ച്, പക്ഷേ ശ്രീരാമൻ എത്ര തന്നെ നിർബന്ധിച്ചാലും ലക്ഷ്മണൻ കൂട്ടാക്കുന്നില്ല. ഞാൻ ശ്രീരാമ സേവ ചെയ്തുകൊണ്ട് ദാസനായി കഴിയും എന്നുള്ളതാണ് ലക്ഷ്മണൻ്റെ നിലപാട്. ആ സമയത്ത് ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നുണ്ട്. അതും ശ്രീരാമൻ നിർബന്ധപൂർവമാണ്. അങ്ങനെ രാമൻ രാജാവായതോടുകൂടെ ഭരതൻ യുവരാജാവുമായി. ഈ വിധത്തിലാണ് അയോധ്യയുടെ ഭരണനിർവഹണം. അവിടെ വലിയൊരു മാതൃകയാണ് ശ്രീരാമൻ കാണിച്ചിട്ടുള്ളത്. തൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ പ്രതിനിധിയായി തൻ്റെ പാദുകം സിംഹാസനത്തിൽ വെച്ച് രാജ്യം പരിപാലിക്കുക മാത്രമല്ല, രാജ്യത്തെ സമ്പൽ സമൃദ്ധമാക്കിയ മഹാനാണ് ഭരതൻ. ആ ഭരതനെ യുവരാജാവായി വാഴിച്ചു. അങ്ങനെ രാജ്യത്തിൻ്റെ ഉത്തമമായ ഭാവിയെ ശ്രീരാമൻ ഉറപ്പിക്കുകയാണ്. ഏതായാലും ഈ ഭാഗം ഇവിടെ വർണ്ണിക്കപ്പെട്ടിട്ടില്ല. കിളിപ്പാട്ടിൽ രാമരാജ്യത്തെയാണ് വർണ്ണിക്കുന്നത്. അശ്വമേധാദിയായ യാഗങ്ങളെ ചെയ്ത് വിശ്വം മുഴുവൻ പവിത്രമാക്കി തീർക്കുന്ന രാമായണ കീർത്തിയെ ചെയ്ത്
എല്ലാ പ്രജകൾക്കും നിശേഷ സൗഖ്യം വരുത്തി പരിപൂർണ സൗഖ്യം നൽകി രാജ്യത്തെ മുഴുവൻ രാമൻ പരിപാലിച്ചു. അങ്ങനെ മാതൃകാപരമായി രാമരാജ്യം നിലനിന്നു. വൈധവ്യദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധിഭയവും ഒരു തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലമരണമകപ്പെടാറുമില്ല കാലേ വരിഷിക്കുമല്ലോ ഘനങ്ങളും. രാമരാജ്യത്തെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ മൂലത്തിലുള്ളതിനെ അനുസരിച്ച് തന്നെ വർണ്ണിക്കുകയാണ്. വൈധവ്യ ദുഃഖം വനിതമാർക്കില്ല, ആർക്കും തന്നെ രോഗഭയങ്ങളില്ല. ഭൂമി സസ്യപരിപൂർണയായി ശ്യാമളയായി ശോഭിക്കുകയാണ്. ആർക്കും ശത്രുഭയങ്ങളുമില്ല, ബാലമരണങ്ങളില്ല, യഥാകാലം മഴ പെയ്യുന്നു. ഇങ്ങനെ സമൂഹത്തിലും പ്രകൃതിയിലും ഒരുപോലെ സുഖവും ആനന്ദവും അനുഭവിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ രാജ്യം ഭരിക്കുന്ന വർണ്ണനയാണ് ഈ ഭാഗം. നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. എല്ലാം ത്യജിച്ച് തപസ്സിനായി പോകുന്നവർ പോലും പ്രലോഭനങ്ങളിലും സ്വാർത്ഥതയിലും കുടുങ്ങുന്നു. രാജ്യം ഉപേക്ഷിച്ച് തപസ് അനുഷ്ഠിക്കാൻ പോയ ഭരതൻ അടുത്ത ജന്മം ഒരു മാനായി ജനിക്കേണ്ടി വന്ന കഥയിലൂടെ ഈ സത്യം വിവരിക്കുകയാണ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഇന്ന് സനാതനധർമ്മത്തിലൂടെ. ഓം നമോ നാരായണായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഭരതൻ നല്ലവണ്ണം രാജ്യമെല്ലാം ഭരിച്ചു, പ്രജകളെയെല്ലാം നല്ലവണ്ണം സേവിച്ചു. പ്രജകളും വേണ്ടവിധം ഭരതനെ ആരാധിച്ചു. ഭരതനെ ഒരു ദിവ്യപുരുഷനായി തന്നെ അവർ കണ്ടു. കാര്യം ത്യാഗവും കർമ്മവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ദിവ്യമൂർത്തിയായിരുന്നു ഭരതൻ. ആ ഭരതരാജാവിനെ ഒരു കാലഘട്ടത്തിലും ഈ ഭാരതമെന്ന രാജ്യം മറക്കുകയില്ല. കാര്യം രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും എന്ത് ഉപദേശങ്ങൾ നൽകാനും ഭരതനെ പോലുള്ള ചക്രവർത്തിമാർക്ക് സാധിച്ചിരുന്നു. ആ ഭരത ചക്രവർത്തി പിന്നീട് രാജ്യകാര്യങ്ങളെല്ലാം മക്കളെ ഏൽപ്പിച്ചു. മക്കളെയെല്ലാം വിളിച്ചിരുത്തി അവർക്കെല്ലാം സതുപദേശങ്ങളെല്ലാം നൽകി. നാളെകളിൽ എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എൻ്റെ പിതാവ് എങ്ങനെയാണ് എനിക്ക് ഉപദേശിച്ചു തന്നത്, അതുതന്നെ എൻ്റെ മക്കൾക്ക് ഞാൻ കൈമാറുന്നു. മക്കളോട് പറഞ്ഞു, അച്ഛൻ യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുക, ഭഗവത് പ്രീതി വരുത്തണം, ഭഗവാനെ സേവിക്കണം, പരസ്പരം ഭാവയന്താ ശ്രേയപരമവാപ്സ്യത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ തന്നെ. അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പൂജിക്കുക. നമ്മൾ ദേവന്മാരെ പൂജിക്കുക, ദേവന്മാർ അതിലൂടെ തൃപ്തരായി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അന്യോന്യം അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരട്ടെ ദേവന്മാരും മനുഷ്യരും. അതുപോലത്തെ ഒരു രാജ്യമാക്കി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രജകളെല്ലാം സന്തുഷ്ടരാണ്. ആർക്കും ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല, കലഹങ്ങളോ ഇല്ല. കാർഷിക അഭിവൃദ്ധിയുണ്ട്, മറ്റെല്ലാ അഭിവൃദ്ധികളുമുണ്ട്. ഇങ്ങനെയുള്ള രാജ്യത്തെ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ത്യാഗപൂർണമായ ആ ജീവിതം, രാജ്യത്തിൻ്റെ ചെങ്കോലും കിരീടവും എല്ലാം ഇറക്കി വെച്ച് സ്വയം വനാന്തരത്തിലേക്ക് പോയി തപസ്സിനായി പോവുകയാണ്. എവിടെയാണ് മനുഷ്യൻ യഥാർത്ഥ രൂപത്തിൽ ജീവിക്കുന്നത്, അവന് മാത്രമേ ഇങ്ങനൊരു ബുദ്ധി അവസാനത്തിലുണ്ടാകുകയുള്ളൂ. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പേരുണ്ട്, വാർദ്ധക്യമായാലും വിഷയാഭിലാഷം കുറയാത്ത ആളുകൾ. നല്ലവർ ഒരുപാടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും വിഷയാഭിലാഷത്തിൽ മതോന്മത്തരായി വാർദ്ധക്യത്തിലും അതിനൊന്നും ഒരു കുറവില്ലാത്തവരായി ജീവിക്കുന്നു. പക്ഷേ ഇവിടെ ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്ന ഭരതചക്രവർത്തിയുടെ രൂപത്തിൽ വാർദ്ധക്യത്തിൽ എല്ലാം ഉപേക്ഷിച്ച് മക്കളെയെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് സ്വയം വനാന്തരത്തിലേക്ക് പോയി ശരീരത്തിൻ്റെ ജീർണാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ മുക്തി നേടാനുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് വനാന്തരത്തിൽ പോയി ജീവിക്കുകയാണ്. ഇവിടെ പറയുന്നത് പുലകാശ്രമത്തിലേക്കാണ് യാത്ര ആരംഭിച്ച ഭരതൻ. ആശ്രമത്തിൻ്റെ ചുറ്റിനും ഒഴുകുന്ന ഒരു നദിയുണ്ട്, ഗണ്ഡകി നദി എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഹരി ഭഗവാന്റെ ചരണപാദ പങ്കജത്തെ ഹൃദയത്തിൽ
പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഭരതചക്രവർത്തി എല്ലാ ത്യാഗബുദ്ധിയോടുകൂടിയും അവിടെ ജീവിച്ചത്. ഗണ്ഡകി നദിയിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഭക്ഷണങ്ങളെന്ന് പറയുന്ന തളിരിലകൾ, കായ് ഫലങ്ങൾ, അങ്ങനെ ചിലപ്പോൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു അവസ്ഥയെ പ്രാപിക്കാൻ, ശരീരമാണ് എല്ലാത്തിനും വലുതെന്ന് വിചാരിച്ചിരിക്കുന്ന മൂഢബുദ്ധികൾക്ക് ശരീരമല്ല, ശരീരം ഒരു കാലത്ത് ഉപേക്ഷിക്കേണ്ട വസ്തുവാണെന്നും അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും മനസ്സുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ ശരീരത്തെ വിട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാം സാധിക്കണമെന്നുമാണ് ഇവിടെ പറയുന്നത്. പലപ്പോഴും നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സംഭവിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അതൊന്നും പോകാറേയില്ല. അതല്ല ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഭരതചക്രവർത്തി ഗണ്ഡകി നദിയുടെ തീരത്തിൽ പുലകാശ്രമത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചു. ആ തപസ്സിലെ തളിരിലകളും വെള്ളവും മാത്രം കുടിച്ച് ശരീരത്തെ നിലനിർത്തി. ഒരു ദിവസം ഗണ്ഡകി നദി സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ സ്നാനം ചെയ്ത് ആ കരയ്ക്ക് വന്നിരുന്നുകൊണ്ട് നാമം ചെയ്തുകൊണ്ടിങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന സമയത്താണ് ഒരു സിംഹത്തിൻ്റെ അത്യുച്ചത്തിലുള്ള ഒരു അലർച്ച കേട്ടത്. ഈ സമയത്ത് ആ നദിയുടെ തീരത്ത് ഒരു മാൻപേട വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അത് ഗർഭിണിയായിരുന്നു. ആ മാൻപേട സിംഹത്തിൻ്റെ അലർച്ച കേട്ടതും തൊട്ട് പിന്നിൽ സിംഹം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒഴുക്കുള്ള നദിയിലേക്ക് എടുത്തു ചാടി. ഇതെല്ലാം കണ്ടുകൊണ്ട് കരക്കിരിപ്പുണ്ട് ആര്? നമ്മുടെ ഭരതൻ. ഉടനെ ഇത് ഗർഭിണിയായിരുന്നു. ആ ചാട്ടത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞിനെ സ്രവിച്ചു. അങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന കുഞ്ഞിനെ ഇരു കൈയും നീട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇരു കൈയും നീട്ടി ഭരതൻ സ്വീകരിച്ചു. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് ഈ മാന ഒഴുകി അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ കരയ്ക്ക് കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആശ്രമത്തിലെ കൊണ്ടുവന്ന് പരിചരണവും അതിനെ വളർത്തലും ഒക്കെയായി. അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാ സ്വജനങ്ങളെയും സർവ്വവിധ സൗകര്യങ്ങളെയും ത്യജിച്ച ഭരതചക്രവർത്തിക്ക് പോലും എന്തുപറ്റി? പതുക്കെ പതുക്കെ മാൻ കുഞ്ഞിനോടുള്ള ശ്രദ്ധ കൂടിക്കൂടി വരികയും തപസ് കുറയുകയും ചെയ്തു. ആർക്ക് വേണേലും ഇങ്ങനെ മാറ്റങ്ങൾ വരാം. നിങ്ങളൊരു വിഷയത്തിനകത്തോട്ട് ചെന്ന് പെട്ടാൽ ബാക്കിയെല്ലാം അങ്ങ് വിസ്മരിക്കും. അതുകൊണ്ടല്ലേ കഞ്ചാവ് അടിക്കുന്നവർ കഞ്ചാവ് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, വേറെ ഒന്നും ചിന്തിക്കില്ല. എന്തുകൊണ്ടാണ്? അവർ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അത് മാത്രമായി അവരുടെ ലോകം. മാനിനെ ഭരതചക്രവർത്തിയിലൂടെ മാനിൻ്റെ കഥ അതാണ് നമുക്ക് പറയുന്നത്. മാൻകുഞ്ഞിനെ വളർത്തലും തപസ്സും മുടങ്ങി. അങ്ങനെ അദ്ദേഹം മരിക്കാറായപ്പം ഈ മാൻകുഞ്ഞിനെ ആര് നോക്കും? തൻ്റെ മുമ്പിൽ ദുഃഖിച്ചിരിക്കുന്ന മാനിനെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്നും അങ്ങനെ ഭരതൻ, ശ്രേഷ്ഠനായ ഭരതൻ പോലും അടുത്ത ജന്മം മാനായി ജനിച്ചു എന്നും ഭാഗവതം പറയുന്നു. നോക്കുക, ഉത്കൃഷ്ടങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്നലെ ചെയ്തു എന്നുകൊണ്ട് മാത്രമായില്ല, വർത്തമാനകാലം ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും നിരന്തരം ഈ ശരീരം ത്യജിക്കുന്നത് വരെ ചെയ്തു. അല്ലെങ്കിൽ എന്തു വരും? നമ്മൾ വാർദ്ധക്യത്തിലെത്തി എല്ലാം ത്യജിച്ചിറങ്ങിയ ഭരതനെ പോലും ഒരു മാൻകുഞ്ഞിനോടുള്ള സ്വാർത്ഥത കൊണ്ട് തപസ്സും മുടക്കി അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ ആണ്ടുപോയി. അതിനെ ആര് നോക്കുന്നുള്ള വ്യാകുലത അദ്ദേഹത്തെ പിടിപെട്ടു. അവസാനം എന്തായി? അതിനെ ഓർത്തുകൊണ്ട് മരിച്ച ഭരതൻ അടുത്ത ജന്മം ആരായി തീർന്നു എന്നാണ് ഭാഗവതം പറയുന്നത്? മാനായി തീർന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന സ്മരൺ മുക്ത്വ കളേപരം, എന്താണോ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന അതാണ് അടുത്ത ജന്മമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക, അരനിമിഷം വധ കളയരുത് ആരും. ഒരു നിമിഷം പോലും വ്യർത്ഥ ചിന്തകൾ വരാതിരിക്കട്ടെ, നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.